ഒരു പൊക്കരയ്ക്കടുത്ത് ആണ് ഈ വലിയൊരു ഹില്ലുണ്ട് കേട്ടോ. ആ ഹില്ലിൻ്റെ മുകളിൽ രണ്ട് അമ്പലമുണ്ട്. അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് നിൽക്കാനുള്ള പ്ലേസ് ഉള്ളത് കേട്ടോ. നമുക്ക് ദൂരെ നിന്ന് നമ്മുടെ ഹിമാലയത്തിൻ്റെ മലനിരകൾ നമുക്ക് കാണാം. ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിലേക്ക് പോകണമെങ്കിൽ ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് 190 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും ദൂരം പോകാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ ഹില്ലിൽ നിന്നിട്ടാണ് ഞങ്ങളിത് കണ്ടുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ദൂരം വളരെ അധികമുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഇവിടെ നിന്നാലും നമുക്ക് നമ്മുടെ അടുത്തായിട്ട് കാണുന്നത് പോലെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത്രയ്ക്ക് ഹൈറ്റുള്ളൊരു കുന്നിൻ്റെ മുകളിലാണ് ഹിൽ ടോപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. എത്ര മനോഹരമായൊരു ദൃശ്യമാണെന്നറിയാമോ. കാരണം ഞങ്ങൾ രാവിലെ തന്നെ വന്നു. രാവിലെ ചെന്നില്ലെങ്കിൽ നമുക്ക് ഇത് മുഴുവനായിട്ട് ഈ പർവ്വതങ്ങൾ കാണാൻ സാധിക്കില്ല. അല്ലെങ്കിൽ തന്നെ മഞ്ഞ് എന്താ പറയുക, വെള്ള വെട്ടിത്തിളങ്ങുന്ന കളറിലാണ് കേട്ടോ കിടക്കുന്നത് പർവ്വതങ്ങൾ, ഈ മഞ്ഞ് പോലെ. ഇനി കോട വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കാണാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ കോട വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ അതുവരെ കണ്ടുന്ന ഭാഗങ്ങളൊക്കെ മൂടി തുടങ്ങി കേട്ടോ. വെളുപ്പിനെ പോയി കണ്ടത് കൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലൊക്കെ കാണാനും നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് സാധിച്ചത് കേട്ടോ. ഈ ഹിൽ ടോപ്പിൽ നിന്നാൽ നമുക്ക് സൂപ്പറായിട്ട് കാണാൻ സാധിക്കും. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. 190 കിലോമീറ്ററൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഒത്തിരി ദൂരം യാത്ര ചെയ്യണം. അപ്പോൾ ഈ മനോഹരമായ കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയായിരുന്നത് നേപ്പാളിലെ ഹിമാലയം. അതെനിക്ക് അവിടെ ചെന്നപ്പോൾ എത്ര നേരം നിന്ന് കണ്ടിട്ടും ഞങ്ങൾക്കത് മതി വന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കോട വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വിഷമമായിരുന്നു. കാരണം കോട വരുമ്പോൾ ഇങ്ങനെ ഓരോ ഭാഗം മാഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു. അത് സൂപ്പറാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ പോകുവാണെങ്കിൽ അവിടെ പോയി ഇത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. നേപ്പാളിലെ മനോഹരമായൊരു രാജ്യം തന്നെയാണ് നേപ്പാൾ കേട്ടോ.